കൂട്ടുകാരെ, നമുക്കിന്ന് നല്ല അടിപൊളി ഉടുപ്പി സ്റ്റൈല് പായസം ഉണ്ടാക്കാം. അതിന്റെ പേര് അപ്പേ പായസം എന്നാ പറയുക. അത് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും, എല്ലാരും ഉണ്ടാക്കണം. ഈ പായസം ഉണ്ടാക്കുന്നത് റവ കൊണ്ടാണ്. ഞാൻ അതിന് വേണ്ടി ഇവിടെ 1/2 കപ്പ് റവ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ റവേനെ നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചു കൊണ്ടുവരണം. ഈ റവ പൊടി വാങ്ങാനും കിട്ടും, നമുക്ക് സാധാ റവ വാങ്ങി പൊടിച്ചെടുത്താൽ മതി. ഇതേപോലെ നന്നായിട്ട് പൊടിച്ചെടുക്കണം. മാക്സിമം നന്നായിട്ട് വേണം പൊടിച്ചെടുക്കാൻ. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതിൻ്റെ കൂടെ ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൽ ഒരു 1/2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് വല്ലാതെ കൂടരുത് കേട്ടോ. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുമല്ലോ, ആ പരുവത്തിൽ വേണം കുഴച്ചെടുക്കാൻ കേട്ടോ. ഇനി നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം. ഇതേപോലെ നന്നായിട്ട് സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. കണ്ടില്ലേ? ഇനി ഇത് ഒരു 20 മിനിറ്റ് നമുക്കിവിടെ വെയിറ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ ഇത് വെച്ചിട്ട് 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതെടുത്തിട്ട് ഒരേപോലെ ആയിട്ട് 4 ഉരുളകളാക്കി എടുക്കാം. ഒന്ന്, രണ്ട്, 4. ഇത് ഒരു ഇച്ചിരി വലുപ്പം കൂടി പോയി. ഇനി നമുക്കിത് ഭൂരിക്ക് പരത്തുന്ന പോലെ പരത്തിയെടുക്കാം. നമുക്ക് ആദ്യം ഇവിടെ ലേശം പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൽ ഒരു ഉരുള എടുത്തിട്ട് നല്ല നൈസായിട്ട് പരത്തിയെടുക്കാം. ഇത് കണ്ടില്ലേ? മൈദപ്പൊടിയിനെക്കാളും നല്ല നൈസായിട്ട് സൂപ്പറായിട്ട് പരത്താൻ പറ്റും. ഇത് കണ്ടില്ലേ? കനയില്ലാതെ നല്ല പേപ്പർ പോലെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഓരോരോ അവിടെ ഇവിടെയൊക്കെ ഓരോരോ ഓട്ട ഇട്ട് കൊടുക്കണം. അതെന്തിനാന്ന് ചോദിച്ചാൽ ഇത് പൊരിക്കുമ്പോൾ പൊള്ളി വരാതിരിക്കാനാണ്. ഒരു ഈർക്കിലി കൊണ്ടോ ഒരു കമ്പി കൊണ്ടോ എന്തെങ്കിലും കൊണ്ട് ഓട്ടയിടുക. ഞാനിപ്പോൾ ഇവിടെ ഈർക്കിലി കൊണ്ടാണ് ഓട്ട കുത്തിയത്. ഇത് കണ്ടില്ലേ? ഇനി എല്ലാതും ഇതേപോലെ പരത്തിയെടുക്കാം. അങ്ങനെ നമ്മുടെ 4 എണ്ണവും പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഭൂരിയൊക്കെ പൊരിച്ചെടുക്കുമല്ലോ, അതേപോലെ പൊരിച്ചെടുക്കണം. എണ്ണ ചൂടായിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ പരത്തിയത് ഭൂരി പോലെ പൊരിച്ചെടുക്കാം. മീഡിയം തീയിൽ വെച്ച് പൊരിച്ചാൽ മതി കേട്ടോ. നമ്മളിപ്പോൾ ഓട്ട ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ പപ്പടം പൊള്ളണ പോലെ പൊന്തി വന്നിരുന്നു. ഓട്ട ഇട്ട് കൊടുത്തത് കൊണ്ട് അങ്ങനെ പൊന്തണില്ല. അതിൻ്റെ എയറൊക്കെ ഓട്ടയിൽ കൂടെ പോവുകയാണ്. ഇനി ഇതൊരു ഗോൾഡൻ കളറായി വരട്ടെ. ഇതിപ്പോൾ ഇത് കണ്ടില്ലേ? മുരിഞ്ഞിട്ട് വടി പോലെ വന്നിട്ടുണ്ട്. ഇനി ഒന്ന് കളറ് കൂടി ആയി കിട്ടിയാൽ നമുക്കിത് എടുക്കാം. ഇതിപ്പോൾ നമ്മുടെ പൂരി നന്നായിട്ട് കളറായിട്ടുണ്ട്. ഈ കളറാവുമ്പോൾ നമുക്കിനി എടുക്കാം. അങ്ങനെ എല്ലാതും പൊരിച്ച് കഴിഞ്ഞ് ഇനി ഇത് കൂടി നമുക്ക് എടുക്കാം. നമുക്കിനി ഈ ചട്ടിയിൽ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ പൊരിച്ചെടുക്കാം. ഇതിപ്പോൾ ചെറുതായിട്ട് കളർ മാറിയിട്ടുണ്ട്. അപ്പോഴത്തേ നമുക്ക് ഈ മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം. മുന്തിരി ഒന്ന് ബോൾ പോലെ വീർത്ത് വരട്ടെ, അപ്പം നമുക്ക് എടുക്കാം. ഇതാ വീർത്ത് വരുന്നുണ്ട്. ഇത് കണ്ടില്ലേ? അപ്പോൾ എല്ലാതും വീർത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് കോരിയെടുക്കാം. ഇത് പൊരിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് നോക്കിയിട്ടൊക്കെ വേണം കേട്ടോ. അല്ലെങ്കിൽ മുന്തിരിയുടെ ബോളും കരിഞ്ഞു പോവും, അണ്ടിപ്പരിപ്പും കരിഞ്ഞു പോവും. ഇനി നമുക്ക് നമ്മുടെ പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു ചട്ടിയിൽ 2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കത്തിച്ചിട്ട് ഈ പാല് വറ്റിച്ച് നമുക്ക് 1 ലിറ്റർ പാലാക്കി എടുക്കണം. അതുവരെ നമുക്ക് കത്തിച്ചു കൊടുക്കാം. നമ്മുടെ പാല് തിളയ്ക്കണ വരെ നല്ല തീ കത്തിച്ചു കൊടുക്കുക. കൈ വിടാതെ ഇളക്കണം, പാട കെട്ടാൻ പാടില്ല. ഈ പാലിങ്ങനെ കുറുകി വരുമ്പോഴാണ് മക്കളെ പായസത്തിൻ്റെ ടേസ്റ്റ് പായസം പോലെ ഉണ്ടാവും. ഇപ്പം നമ്മുടെ പാല് കുറുകിയിട്ട് ഇപ്പോൾ 1 ലിറ്റർ ആയിട്ടുണ്ട്. 1 ലിറ്റർ പാല് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ
ഈ സമയത്ത് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഞാനിതിൽ 1 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതോടൊപ്പം തന്നെ നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ഏലക്ക പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി പഞ്ചസാരയൊക്കെ ഒന്ന് ഉരുകി വരട്ടെ. ഇനിയിപ്പോൾ കുങ്കുമപ്പൂ ചേർത്തി കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, എന്നാലും പായസം നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇപ്പം നമ്മുടെ പഞ്ചസാരയൊക്കെ അലിഞ്ഞ് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നമ്മൾ പൊരിച്ച് വെച്ച പൂരി ഇതിലേക്ക് പൊടിച്ചിട്ട് കൊടുക്കാം. നമുക്ക് ഈ 4 പൂരിയും ഇതിലേക്ക് ഇങ്ങനെ പൊടിച്ച് ചേർത്തി കൊടുക്കാം. ഇത് നമുക്കൊന്ന് 2 മിനിറ്റ് കൂടി ഇളക്കി കൊടുക്കാം, എന്നാൽ ഒന്നുകൂടി നന്നായിട്ട് തിളച്ച് വരട്ടെ. ഇപ്പോൾ നമ്മുടെ പായസം ഇളക്കിയിട്ട് 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് ഇതിൽ നമ്മൾ പൊരിച്ച് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കാം. എന്താ ഇത് ഇനി ഒന്നുകൂടി ഇളക്കിയിട്ട് നമുക്ക് ഇറക്കി വെക്കാം. ഇത് നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ പായസം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഉടുപ്പി പെസിൽ പായസം റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടായിട്ടുണ്ട്. ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എല്ലാവരും വീട്ടുകളിൽ പായസം ഉണ്ടാക്കും. പരിപ്പും അടയും പ്രഥമൻ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കും. ഇങ്ങനത്തെ പായസം ഉണ്ടാക്കി നോക്കിയിട്ടില്ലല്ലോ. എന്തായാലും നിങ്ങൾ ഒരു ദിവസം ഇത് ഉണ്ടാക്കി നോക്കണം. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ മക്കളെ.